ഇപ്പോഴും വലിയ പ്രയാസമാണ് സന്ധി. സന്ധി എന്ന് പറഞ്ഞാൽ ചേർച്ച എന്ന് മാത്രമാണ് അർത്ഥം. അത് പദാന്തസന്ധി, ഉഭയസന്ധി, സ്വരസന്ധി അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രയാസം വരിക. നമുക്ക് കേട്ടിട്ട് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും കുറച്ച് ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുകയായിരിക്കും എളുപ്പമെന്ന് തോന്നുന്നു. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴേ ഒന്നില്ലാതാവുകയാണെങ്കിൽ അതാണല്ലോ ലോപസന്ധി. അപ്പോൾ ഒരു അധികം ഇല്ല, ഒരില്ല. അപ്പോൾ അവിടെ ലോപിച്ചു, ഉകാരം ലോപിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ചിലർക്ക് സംശയം വരും, അപ്പോൾ അവിടെ ആഗമല്ലേ എന്ന് ചിന്തിക്കും. ആഗമസന്ധിയിൽ എന്താണെന്ന് വെച്ചാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴേ മറ്റൊരു വർണ്ണം പുതുതായിട്ട് വന്ന് ചേരുകയാണ്, ആഗമിക്കുകയാണ്. അപ്പോൾ അണി അധികം അണിയറയാവുകയാണ്, ഈ അകാരം ആഗമിക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണങ്ങൾ വേഗം പഠിച്ചു വെച്ചാൽ മതി. പന അധികം കുല, പനങ്കുല. അപ്പോൾ പറഞ്ഞു വെക്കാം. പനങ്കുല, പന അധികം കുല, ങ്ങകാരം വരുന്നുണ്ട് അവിടെ. അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു നോക്കുമ്പോൾ കിട്ടും. ഇനി ഇരട്ടിക്കുകയാണെങ്കിൽ വാഴ അധികം കുല, വാഴക്കുല, കകാരം ഇരട്ടിക്കല്ലേ, ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. ആദേശം പലർക്കും സംശയം വരും. ഇപ്പോൾ വെണ്മ, അത് ഉദാഹരണം പഠിച്ചു വെച്ചാൽ മതി വേഗം. ഇപ്പോൾ വെള് അധികം മാന്നാണ് വെണ്മക്ക് പറയല്ലേ, അവിടെയുള്ള അകാരമാണ് പോകുന്നത്. ളകാരം ഇല്ലാതായിട്ട് പകരം ആ സ്ഥാനത്ത്, അതായത് ആ സ്ഥാനത്തേക്ക് നകാരം കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആദേശസന്ധിയും ആഗമസന്ധിയും കൂടെ പലർക്കും സംശയം വരുന്നത്. ഈ നകാരം, ളകാരം അങ്ങനത്തെ കാര്യങ്ങളിലാണ് അത് ശ്രദ്ധിക്കേണ്ടത്. മറ്റേതിപ്പോൾ ആഗമസന്ധിയിൽ അധികം യാ ഉണ്ടെന്ന് നോക്കിയാൽ മതി. പിന്നെ യാ ങ ഒക്കെ ആഗമിച്ചാൽ അതാണ്. അല്ലെങ്കിൽ നകാരം, ളകാരം പോയി നകാരം വന്നാൽ ആദേശസന്ധി. ഇപ്പോൾ കൺ അധികം തു, അതാണ് കണ്ടു. നകാരത്തിൻ്റെ സ്ഥാനത്ത് ടകാരം കൂടി ചേർന്നിട്ടാണ് അവിടെ കണ്ടു എന്ന് വരുന്നത്. കണ്ടു പിരിച്ചെഴുതുമ്പോൾ കൺ അധികം തു എന്നാണ് വരുന്നത്. ഉദാഹരണങ്ങൾ പഠിച്ചു വെച്ചാൽ മതി.